കൊടും വരൾച്ചയിൽ ഇടുക്കിയിലെ 25% ചെറുകിട തേയിലക്കൃഷി നശിച്ചിട്ടും കർഷകർക്ക് സർക്കാർ സഹായമില്ല. ഇടനിലക്കാരുടെ ചൂഷണത്തിൽ പച്ചക്കൊളുന്തിന് ന്യായവില പോലും ലഭിക്കാത്തപ്പോഴാണ് ഇരട്ടിപ്രഹരമായി സർക്കാരിന്റെ സമീപനം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇമിഗ്രന്റ് അക്കാദമി നിയർ KCB സബ്സ്റ്റേഷൻ, IT ജംഗ്ഷൻ, കട്ടപ്പന. കടുത്ത വേനലിൽ കേരളത്തിൽ ഏറ്റവുമധികം കൃഷിനാശം സംഭവിച്ച ജില്ലയാണ് ഇടുക്കി. മലയോര മേഖലകളിലായിരുന്നു ഏറിയ പങ്ക് നാശവുമുണ്ടായത്. ഏലം മേഖലയ്ക്കുണ്ടായ നഷ്ടം വലിയ വാർത്തയായപ്പോൾ ചെറുകിട തേയില കർഷകരുടെ കണ്ണീർ ചർച്ച ചെയ്യാൻ പോലും ആരുമുണ്ടായില്ല. 1000-ഓളം ചെറുകിട തേയില കർഷകരാണ് ഇടുക്കിയിലുള്ളത്. ഇവരിൽ ഭൂരിഭാഗം ആളുകളുടെയും തേയിലച്ചെടികൾ കരിഞ്ഞുണങ്ങി. ചെറുകിട തോട്ടം മേഖലയിൽ 25% നാശനഷ്ടമുണ്ടായതായിട്ടാണ് കണക്ക്. ഏകദേശം 5 കോടി രൂപയുടെ നഷ്ടം. കൃഷിനാശമുണ്ടായവർ ടീ ബോർഡിനെയും സംസ്ഥാന സർക്കാരിനെ നഷ്ടപരിഹാരത്തിനായി സമീപിച്ചെങ്കിലും ലഭിക്കുവാൻ അർഹതയില്ലെന്നാണ് മറുപടി ലഭിച്ചത്. തേയില ഉൽപാദനം കൃഷിയല്ലെന്നും വ്യവസായമാണെന്നുമാണ് സർക്കാർ രേഖകളിൽ. സംസ്ഥാനം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വരൾച്ചയുണ്ടായ ഈ വർഷം എല്ലാ കൃഷിക്കും നാശം സംഭവിച്ചതുപോലെ ഇടുക്കി ജില്ലയിലെ തേയില കൃഷിയും നശിച്ചു. പക്ഷേ എല്ലാവർക്കും സർക്കാരിൻ്റെ സഹായത്തിന് വേണ്ടി അപേക്ഷ കൊടുക്കാൻ കഴിഞ്ഞെങ്കിലും കേരളത്തിൽ തേയില കൃഷി ചെയ്യുന്ന കർഷകരിൽ നിന്ന് ടീ ബോർഡോ സംസ്ഥാന സർക്കാരോ അപേക്ഷ സ്വീകരിക്കാൻ അനുവാദം തന്നിട്ടില്ല. അവർ പറയുന്നത് തേയില കൃഷി ഇത് കൃഷിയല്ല, വ്യവസായമാണ്. വ്യവസായ വകുപ്പിൽ ചെന്നാൽ യാതൊരു സഹായവും ഒട്ട് കർഷകർക്ക് കിട്ടുന്നുമില്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഉള്ള തേയില നുള്ളിയെടുക്കാനോ അവിടെ മറ്റ് കൃഷി ചെയ്യാനോ വളവിടാനോ കർഷകർക്ക് പോകാനാവാത്ത രീതിയിൽ കാട്ടുമൃഗങ്ങൾ വർദ്ധിച്ചു പ്രാണഭീതിയോടുകൂടിയാണ് കർഷകർ കഴിയുന്നത്. വേനലിൽ കരിഞ്ഞുപോയ തേയിലക്കൊളുന്ത് ഇനി ഉണ്ടാവണമെങ്കിൽ 6 മാസം കഴിയും. ആ ചെടി വളർന്ന് വലുതാകണമെങ്കിൽ ഇനിയും ദിവസങ്ങളും മാസങ്ങളും പിടിച്ചാൽ പോലും ആ ചെടി വളർന്ന് കിട്ടുകയില്ല. 25% ഇടുക്കി ജില്ലയിൽ ചെടികൾ നഷ്ടപ്പെട്ടു പോയി. അതിന് യാതൊരു സംരക്ഷണമോ സഹായമോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നാളിതുവരെ ഉണ്ടായിട്ടുള്ളൂ വെച്ച് ഏറ്റവും വലിയ വരൾച്ചയാണ് ഉണ്ടായത്. ഇവിടെ കുരുമുളക് നശിച്ചു, ഏലക്കൃഷി നശിച്ചു, അങ്ങനെ പലതും. നാണ്യവിളകൾ പലതും നശിച്ചെങ്കിലും അവർക്കൊക്കെ സഹായം കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും ഹെക്ടർ കണക്കിന് തേയില കൃഷി ചെയ്യുന്ന പാവപ്പെട്ട കർഷകനും ഉൾപ്പെടെയുള്ളവർക്ക് 1 രൂപയുടെ സഹായം പോലും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ നൽകില്ലെന്നുള്ളതിൽ ഞങ്ങൾ ശക്തമായ അമർഷവും പ്രതിഷേധവും. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പ്രാണഭീതിയോടുകൂടിയാണ് കൃഷിയിടങ്ങളിൽ പോകുന്നത്. ആ ഒരു അവസ്ഥയ്ക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടുത്തെ കർഷകർ. മറ്റൊന്ന്, തേയില ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞതിൻ്റെ പേരിൽ ലോക കമ്പോളത്തിൽ തേയിലപ്പൊടിക്ക് വില വർദ്ധിച്ചു. എന്നാൽ ഇടുക്കി ജില്ലയിലെ കർഷകർക്ക് അതിൻ്റെ യാതൊരു ഗുണവും മെച്ചവും ലഭിച്ചിട്ടില്ല. ഇടുക്കി ജില്ലയിൽ തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കൊളുന്ത് കൊണ്ടുവന്ന് ഇവിടുത്തെ ഫാക്ടറികളിൽ ഏജൻറ്റുമാർ കൊടുത്ത് അവർ കാശ് വാങ്ങിക്കുന്നു. പക്ഷേ ഇവിടുത്തെ കർഷകരിൽ നിന്നും പച്ചക്കൊളുന്ത് മാന്യമായ വിലക്കെടുക്കാനോ കൊണ്ടുകൊടുക്കാനോ യാതൊരു നടപടിയും അവരും സ്വീകരിക്കുന്നു. അപ്പോൾ ഏജൻസികളും ഗവൺമെൻറ്റും ടീ ബോർഡിൻ്റെ ഇടയിൽ കിടന്ന് ബുദ്ധിമുട്ടി തളരുകയാണ് ഇവിടുത്തെ കർഷകർ. ഇവർ സംരക്ഷിക്കാൻ അടിയന്തരമായ നടപടി ടീ ബോർഡും സംസ്ഥാന സർക്കാരും സ്വീകരിച്ചില്ലെങ്കിൽ ഈ കൃഷി തന്നെ അന്യമായി പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം നേടിത്തരുന്നത് തേയിലയാണ്. ആ തേയില ഉൽപ്പാദകരിൽ 32% ചെറുകിട കർഷകരാണ്. പക്ഷെ അവരിന്നും ദരിദ്രരാണ്. ദാരിദ്ര്യത്തിൽ നിന്നും ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഈ കർഷകരെ സംരക്ഷിക്കാൻ അടിയന്തര നടപടി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ സ്വീകരിച്ചില്ലെങ്കിൽ കരിഞ്ഞുണങ്ങിയ തേയിലച്ചെടികളിൽ നിന്ന് കൊളുന്ത് നുള്ളണമെങ്കിൽ കർഷകർ ഇനി 6 മാസത്തോളം കാത്തിരിക്കണം. ജൂൺ പകുതി എത്തിയിട്ടും കാലവർഷം കനിയാത്തതും പ്രതിസന്ധിയാണ്. ഇടനിലക്കാരുടെ ചൂഷണം കാരണം ന്യായവില പോലും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കാലാവസ്ഥയും വില്ലനാകുന്നത്. ആഗോള വിപണിയിൽ തേയിലയ്ക്ക് വില വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഇടുക്കിയിലെ കർഷകർക്ക് ഗുണമുണ്ടായിട്ടില്ല. ഫാക്ടറികളിലേക്ക് അമിതമായി പച്ചക്കൊളുന്തെത്തിച്ച് തമിഴ്നാട് ലോബിയാണ് ഇടുക്കിയിൽ നിന്ന് ലാഭം കൊയ്യുന്നത്. ഊട്ടി പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഗുണനിലവാരം കുറഞ്ഞ കൊളുന്തെത്തിച്ച് ഉൽപ്പന്നമാക്കി മാറ്റി ഇടുക്കിയിലെ തേയില എന്ന ലേബലിലാണ് കയറ്റുമതി ചെയ്യുന്നത്. കാലാവസ്ഥയും വിലയിടിവും കാരണം കണ്ണീരിലായ കർഷകരെ സഹായിക്കാൻ സർക്കാരും വിമുഖത കാണിച്ചാൽ ചെറുകിട തേയിലത്തോട്ടം മേഖല ഹൈറേഞ്ചിൽ നാമാവശേഷമാകുമെന്നാണ് വിലയിരുത്തൽ. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇമിഗ്രന്റ് അക്കാദമി. വിദേശ പഠനം ഇനി ഈസിയായി. IELTS, OET, ജർമ്മൻ എന്നിവയിൽ ഇൻഡിവിജ്വൽ ക്വാളിറ്റി ട്രെയിനിങ്ങിനുമായി ഇമിഗ്രന്റ് അക്കാദമി. വിദേശത്ത് എവിടെ പഠിക്കണം, എന്ത് പഠിക്കണം, ചതിക്കുഴികൾ എങ്ങനെ തിരിച്ചറിയണം, ആശങ്കകളില്ലാതെ വിദേശ പഠനം ഇമിഗ്രന്റ് അക്കാദമി ഉറപ്പു നൽകുന്നു. ഫീസുകളില്ലാതെ സ്റ്റുഡന്റ് വിസകൾ,
സ്വപ്നങ്ങൾ സാധ്യമാക്കൂ, വിദേശത്തേക്ക് പറക്കൂ. എസ്കലേറ്റ് യുവർ ഡ്രീംസ്. ഇമിഗ്രന്റ് അക്കാദമി നിയർ KCB സബ്സ്റ്റേഷൻ, ITA ജംഗ്ഷൻ, കട്ടപ്പന.